വളരെ ദിവസങ്ങളായി കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് സാമൂഹ്യ രംഗത്ത് ഒക്കെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെത്. കൃത്യമായ തെളിവുകളും പരാതികളുമുള്ള ഏതൊരാളിനെതിരെയും പാർട്ടി നടപടിയെടുക്കാറുണ്ട്. അങ്ങനെ വ്യക്തമായ പരാതിയോ തെളിവുകളോ ഇല്ലാത്തത് കൊണ്ടാവാം നിങ്ങൾ പരാമർശിക്കപ്പെട്ടയാൾ ഇപ്പോഴും പുറത്തു നിൽക്കുന്നു. ഇത് അതിതീവ്രമായിട്ടുള്ള ഒരു പീഡനമാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെത്. അപ്പോൾ മറ്റേത് തീവ്രത കുറഞ്ഞതായിരിക്കാം എന്ന് ഞാൻ അനുമാനിക്കുന്നു. അത് പീഡനമെന്ന് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ലല്ലോ. അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ തുടർ നടപടികൾ ഉണ്ടായി. തീവ്രത അളന്ന അമ്മച്ചിയെ ജനമെടുത്ത് തോട്ടിലേക്ക് എറിഞ്ഞു, മാലിന്യ കൂമ്പാരത്തിലേക്ക് എറിഞ്ഞു. ലസിത നായർ പന്തളം നഗരസഭയിലെ LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചതാണ്. ഈ കഴിഞ്ഞ ദിവസം ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തന്നെയാണ് ഈ ലസിത നായർ ഈ തീവ്രത അളന്നത്. രാഹുലിൻ്റെത് തീവ്രത കൂടിയതെന്നായിരുന്നു വാദം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത് വലിയ തീവ്രതയുള്ള ആ സ്കെയിലിൽ ഒരുപാട് തീവ്രത, ഞാൻ മുമ്പ് സംസാരിച്ചതായി ഈ വിഷയത്തെ കുറിച്ച്. ആ തീവ്രത കൂടിയത് രാഹുലിൻ്റെത്. മുകേഷിൻ്റെത് പീഡനമാണെന്ന് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താ, മുകേഷ് ആരായിരുന്നു? സഖാവായിരുന്നു. അതുകൊണ്ട് സഖാവിൻ്റെതിന് തീവ്രത കുറവായിരുന്നു എന്നാണ് അമ്മച്ചിയുടെ വാദം. ആ അമ്മച്ചി പന്തളം നഗരസഭയിലെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, ജനം പരാജയപ്പെടുത്തി. മനസ്സിലായില്ലേ? സഖാക്കളുടെ തീവ്രത, നീളം, ഉള്ളിൽ കടന്ന നീളം, പുറത്ത് നിന്ന നീളം, ഉള്ളിൽ നിക്ഷേപിച്ച തുള്ളികളുടെ എണ്ണം, പുറത്തു പോയ തുള്ളികളുടെ എണ്ണമൊക്കെ അളന്നും കൗണ്ട് ചെയ്തും എണ്ണി തിട്ടപ്പെടുത്തിയും നടത്തിയ അമ്മച്ചി ലസിത നായര് പന്തളം നഗരസഭയിൽ 8 നിലയിൽ പൊട്ടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. രാഹുലിന്റെ തീവ്രത അങ്ങനെ അളന്ന് നടന്ന വ്യക്തിയാ. രാഹുലിന്റെ തീവ്രത അളക്കാൻ വേണ്ടിയിട്ട് AKG സെന്ററിൽ നിന്ന് മെഷീനുമായി ഇറങ്ങി രാഹുലിനെ ബോധം കെടുത്തി രാഹുലിന്റെ തീവ്രത അളന്ന വ്യക്തിയാണ് ലസിത നായർ. ആ ലസിത നായരെ ജനം അളന്നു. 8 നിലയിൽ പൊട്ടി, പരാജയപ്പെട്ടു. സഖാത്തി പൊട്ടി, 8 നിലയിൽ പൊട്ടി. അത് ഇത്ര ആവേശത്തോടു കൂടി പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ജനം പ്രബുദ്ധരാണ് എന്ന് ഇനിയെങ്കിലും സഖാക്കൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ജനം പ്രബുദ്ധരാണ് എന്നുള്ളത് സഖാക്കൾ ഇനിയെങ്കിലും മനസ്സിലാക്കുന്നത് നല്ലതാണ്. നിങ്ങള് ഈ തെരഞ്ഞെടുപ്പിൽ രാഹുലിനെ ചർച്ചയാക്കിയത് തന്നെ നിങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ്. കാരണം അപ്പുറത്ത് മുകേഷ്, കടകംപള്ളി, തോമസ് ഐസക്, പി ശശി, PK ശശി, മുഹമ്മദ് റിയാസ് ഒക്കെ ക്ലിഫ് ഹൗസിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലുമുള്ള ആളുകളും നിയമസഭയിലുള്ള ആളുകളും ഒക്കെ ഇങ്ങനെ അവിടെ നിർത്തിയിട്ട്, അവരെ ചുറ്റും നിർത്തിയിട്ടാണ് നിങ്ങൾ രാഹുലിന്റെ തീവ്രത അളക്കാൻ ഇറങ്ങി പുറപ്പെട്ടത്. അത് തന്നെ നിങ്ങൾക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായത്. ജനം വിലയിരുത്തി എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് ഈ ലസിത നായർ എന്ന് പറയുന്ന സഖാത്തി രാഹുലിന്റെ തീവ്രത അളഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് പറഞ്ഞത് ഞങ്ങൾ മുകേഷിൻ്റെത് പീഡനമാണെന്ന് അംഗീകരിച്ചിട്ടില്ല എന്ന്. പക്ഷേ ജനം വിലയിരുത്തുന്നുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ജനം വിലയിരുത്തുന്നുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിരുന്നു. അതാണ് ജനം മനസ്സിലാക്കിയതും ജനം നിങ്ങളെ തിരുത്തുന്നതും കാണുന്നത്. സഖാത്തി പൊട്ടി, 8 നിലയിൽ പൊട്ടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ വലിയ ആവേശം. ഞാൻ പലപ്പോഴും KK ശൈലജയുടെ കാര്യത്തിൽ ഇത്ര ആവേശം കാണിക്കാറുണ്ട്. ശൈലജ പൊട്ടി, 8 നിലയിൽ പൊട്ടി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലസിത നായറും പൊട്ടി, 8 നിലയിൽ പൊട്ടി. പന്തളത്ത് ആ നഗരസഭയിൽ കോൺഗ്രസ് വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കുന്നത്. 2015 പന്തളം നഗരസഭയായി മാറിയതിനു ശേഷം കോൺഗ്രസ് ഇത്ര വലിയ മുന്നേറ്റം നടത്തുന്നത് ഈ 2025 അവിടെ ലസിത നായർ പൊട്ടി, 8 നിലയിൽ പൊട്ടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അമ്മച്ചിമാരെ ഇറക്കിയിട്ട് മുകേഷിനെ ന്യായീകരിച്ചും രാഹുൽ മാങ്കൂട്ടത്തിനെ ക്രൂശിച്ചും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാമെന്ന് കരുതിയ ആളുകളുടെ മുഖത്തേറ്റ പ്രഹരമല്ലേ ഇത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ വാർത്താ സമ്മേളനം നടത്തിയ ലസിത നായരെ ജനം എടുത്തെറിഞ്ഞു. വേസ്റ്റ് കൂമ്പാരത്തിലേക്ക്, മാലിന്യ കൂമ്പാരത്തിലേക്ക് ജനം എടുത്തെറിഞ്ഞു എന്ന കാഴ്ചയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് കടന്നിട്ടില്ല ഇപ്പോഴും.
അതിന്റെ വോട്ടെണ്ണൽ ഇങ്ങനെ വളരെ ദ്രുതഗതിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴോ ഇത് വലിയ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല. അവിടെയും ചില തോൽവികളെ നമ്മൾ ആഘോഷിക്കുകയാണ്. നേരത്തെ നമ്മൾ ആഘോഷിച്ചത് ലതിക സുഭാഷ് എന്ന് പറഞ്ഞ ഒറ്റുകാരത്തിയുടെ തോൽവിയെയാണ് ജനം തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞത്. ഇപ്പോഴിതാ തീവ്രതാളെന്ന അമ്മച്ചിയെ ജനം എടുത്തെറിഞ്ഞിരിക്കുന്നു. ഇതൊന്നും ഒരു വാർഡ് മെമ്പർ പോലും ആകാൻ യോഗ്യതയില്ലാത്തവളാണെന്ന് ജനം വിലയിരുത്തുന്നു. ആർക്ക് വേണം നിങ്ങളുടെ AKG സെന്ററിലെ സർട്ടിഫിക്കറ്റ്? സഖാക്കളെ ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ട്. കേരളത്തിന്റെ പൊതുജനം AKG സെന്ററിലെ സർട്ടിഫിക്കറ്റിന് ജനം ആഗ്രഹിക്കുന്നത് AKG സെന്ററിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് അല്ല. ജനം ആഗ്രഹിക്കുന്നത് ജനം പ്രബുദ്ധരാണെന്നുള്ള കാര്യം നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയണം. കാരണം രാഹുലിനെ ക്രൂശിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നതിന് മുന്നിൽ ആ കൊടി പിടിച്ച് നടക്കുന്നവർ ആരൊക്കെയാ? ഒന്ന് PK ശശിയാണ്, മറ്റൊന്ന് പി ശശിയാണ്, കടകംപള്ളിയാണ്, തോമസ് ഐസക്കാണ്, P ശ്രീരാമകൃഷ്ണനാണ്, KT ജലീലാണ്, മുകേഷാണ്, AK ശശീന്ദ്രനാണ്, ഗണേഷ് കുമാറാണ്, പിന്നെ മുഖ്യമന്ത്രിയുടെ വീട്ടിലുള്ള മുഹമ്മദ് റിയാസ് ആണ്. ഇത്തരക്കാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾ രാഹുലിനെ ക്രൂശിക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോ നിങ്ങൾ മനസ്സിലാക്കണമായിരുന്നു ജനം പ്രബുദ്ധരാണെന്നുള്ള കാര്യം. അതല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മുകേഷിനെ ന്യായീകരിച്ച്, മുകേഷിന് വേണ്ടി വാദങ്ങൾ ഉന്നയിച്ച്, മുകേഷിനെതിരെ ഉയർന്നിരിക്കുന്നത് പീഡനമാണെന്ന് ഞങ്ങള് അംഗീകരിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് മുകേഷിനെ വെള്ളപൂശി കൊണ്ടു നടക്കാൻ ശ്രമിച്ച ലസിത നായർ, ആ ലസിത നായരെ ജനം അടിച്ചു മൂലക്കിരുത്തി. നീയൊന്നും ഒരു വാർഡ് മെമ്പർ പോലും ആവാൻ അർഹതയുള്ളവളല്ല എന്ന് ജനം തിരിച്ചറിയുകയാണ്. ജനം കൽപ്പിച്ച് വിധിയെഴുതുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്രമാത്രം നാണം കെട്ട തോൽവിയാണ്. തോൽവി, ആ തോൽവിയുടെ മാർജിൻ അല്ല നാണക്കേട്. ഇവരുടെ വാദങ്ങൾ കേറ്റ, ഇവരുടെ ഈ അവകാശവാദങ്ങൾ കേറ്റ തിരിച്ചടിയല്ലേ ഇത്. ലസിത നായർ പന്തളത്ത് തോറ്റു തുന്നം പാറിയിട്ടുണ്ടെങ്കിൽ അത് ലസിത നായരുടെ നാവ് തന്നെയാണ് വിനയായതെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മുകേഷിനെ കൊണ്ടുപിടിച്ച് നടന്നതാ. അവസാനം എന്തായി? ജനം എടുത്തെറിഞ്ഞു. പന്തളം നഗരസഭയിൽ ഇരിക്കണ്ട, അത് പ്രതിപക്ഷത്താണെങ്കിലും ഭരണപക്ഷത്താണെങ്കിലും പന്തളം നഗരസഭയിൽ നിങ്ങൾ ഇരിക്കണ്ട എന്നുള്ളത് ജനം തീരുമാനിച്ചു. വല്ലാത്തൊരു ദുർവിധിയല്ലേ ഇത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ജനത്തെ വെല്ലുവിളിച്ചാൽ, പൊതുജനം കഴുതയാണെന്ന് നിങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞാലുള്ള അടി ഇത്തരത്തിലായിരിക്കും. കാരണം ജനം എല്ലാം കാണുന്നുണ്ട്. അവർക്കറിയാം എന്ത് ചർച്ച ചെയ്യണം. അവരുടെ ചർച്ചകൾ നിങ്ങൾ തീരുമാനിക്കാൻ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ എന്നുള്ളത് ജനം പറയുകയാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ തെരഞ്ഞെടുപ്പില് വലിയ തിരിച്ചടിയല്ലേ CPM നേരിട്ട് കൊണ്ടിരിക്കുന്നത്. അക്കൂട്ടത്തില് ഈ പറയുന്ന ലസിത നായരുടെ ഒക്കെ തോൽവി, അതൊക്കെ നമ്മൾ ആഘോഷിക്കേണ്ടതാണ്. ഒരു തെരഞ്ഞെടുപ്പ് 10 വർഷം ഭരിച്ച ഒരു സർക്കാരിന് ആ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നേട്ടങ്ങളൊന്നും പറയാനില്ലാതെ വന്നപ്പോ കോട്ടങ്ങൾ ഒരുപാട് ഉണ്ട് താനും. അതിൽ ഏറ്റവും വലിയ കോട്ടം എന്ന് പറയുന്നത് അയ്യന്റെ പൊന്നു കെട്ടത് സഖാക്കളാണെന്നുള്ളതാണ്. ആ അയ്യന്റെ പൊന്നു കെട്ട സഖാക്കളെ ജനം ഇങ്ങനെ നിർത്തി തൊലിയിരിക്കുമ്പോ അതിനിടയിൽ വന്നുകൊണ്ട് രാഹുലിനെ ക്രൂശിക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോ അമ്മച്ചി സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന്. അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അമ്മച്ചി സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല ഇത്തരത്തിലൊരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളത്. അവിടെയാണ് ജനത്തിന്റെ പ്രബുദ്ധത, അവരുടെ വിവേകം. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ വിവേകമുള്ള, ഇപ്പൊ നിങ്ങൾ നോക്ക്, പാർട്ടിയെ ഒറ്റുകൊടുത്ത് പാർട്ടി നൽകിയ എല്ലാ അധികാരങ്ങളും സ്ഥാനമാനങ്ങളും കസേരകളും ആവോളം ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്തതിനു ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകിയില്ലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ ലതിക സുഭാഷിനെ കോട്ടയത്തെ ജനങ്ങൾ എടുത്തെറിഞ്ഞു. പിന്നെ പന്തളത്തെത്തിയപ്പോഴോ അവിടെ ലസിത നായർ രാഹുലിനെ ക്രൂശിക്കുവാനും മുകേഷിനെ ന്യായീകരിക്കുവാനും വേണ്ടി ഇറങ്ങി തിരിച്ച ലസിത നായരെയും ജനങ്ങൾ എടുത്തെറിഞ്ഞു. ചില തോൽവികള്, ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അത് ആഘോഷിക്കേണ്ടതാ. വിജയം മാത്രമല്ല, ചില തോൽവികളും ആഘോഷിക്കേണ്ടതുണ്ട്. അക്കൂട്ടത്തിൽ പെടുന്ന ചില തോൽവികളാ. എനിക്കറിയില്ല, എനിക്കിപ്പോഴും അറിയില്ല ലതിക സുഭാഷിന്റെ മേൽ വിജയം നേടിയ വ്യക്തി ആരാണെന്ന് എനിക്കറിയില്ല. ഈ ലസിത നായരെ തോൽപ്പിച്ച വ്യക്തി ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അവിടെ പരാജയപ്പെട്ടു പോയ 2 പേരുകൾ എനിക്കറിയാം. ഒന്ന് ലതിക സുഭാഷ് ആണ്, ഒന്ന് ലസിത നായരാണ്. ഈ 2 വ്യക്തികളും ഈ രാജ്യത്ത്
കാപട്യം മാത്രം കൈമുതലാക്കിയ രണ്ട് വ്യക്തികൾ, ആ രണ്ട് വ്യക്തികളുടെ കാപട്യത്തെ ജനം തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ മർമ്മപ്രധാനമായ കാരണം എന്ന് പറയുന്നത്. ഇവരുടെ കാപട്യത്തെ ജനം തിരിച്ചറിയുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ലസിത നായരത് സ്ത്രീ സുരക്ഷയായിരുന്നു അവരുടെ പ്രയോറിറ്റി എങ്കിൽ അവർ മുകേഷിനെ ന്യായീകരിക്കില്ലായിരുന്നു, പി ശശിയുടെ കൂടെ നിൽക്കില്ലായിരുന്നു, പി കെ ശശിയുടെ കൂടെ നിൽക്കില്ലായിരുന്നു, കടകംപള്ളിയുടെയും തോമസ് ഐസക്കിന്റെയും എ കെ ശശീന്ദ്രന്റെയും ഗണേഷ് കുമാറിന്റെയും മുഹമ്മദ് റിയാസിന്റെയും കൂടെ നിൽക്കില്ലായിരുന്നു. അപ്പോ സ്ത്രീ സുരക്ഷയായിരുന്നില്ല അവരുടെ മാനദണ്ഡം എന്ന് പറയുന്നത്. പിണറായി വിജയൻ എന്ന് പറയുന്നത്, ആ പിണറായി വിജയൻ എന്ന കാപട്യക്കാരനോടൊപ്പം നിന്നുകൊണ്ട് സ്ത്രീകളുടെ മാനത്തിന് വിലയിട്ടുകൊണ്ട് മുകേഷിന്റേത് പീഡനമാണെന്ന് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞതോടുകൂടി ജനം വിധിയെഴുതി. അതാണ് ലസിത നായർക്ക് സംഭവിച്ചത്. തീവ്രത അളക്കാൻ ഇറങ്ങിയ അമ്മച്ചി പൊട്ടി, 8 തലയിൽ പൊട്ടി.